ആർ യു വെരി വെരി സ്ട്രോങ്? ഷുവർ. ഷുവർ. എല്ലാ കാര്യത്തിലും? എല്ലാ കാര്യത്തിലും സർ. വാടില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. തളരില്ല? ഇല്ല. വീഴില്ല? ഇല്ല. ശരി. വീഴ്ത്താൻ ശ്രമിച്ചാലും വീഴില്ല. ഇല്ല. വീഴ്ത്താൻ ശ്രമിച്ചാലും വീഴില്ല? ഇല്ല. എന്ത് രീതിയിൽ വീഴ്ത്താൻ ശ്രമിച്ചാൽ? എന്ത് രീതിയിൽ വീഴ്ത്താൻ ശ്രമിച്ചാലും വീഴില്ല. വീഴില്ല. ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഉറപ്പായിട്ടും ഇപ്പൊ വലിയ ക്യാരക്ടർ തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ചെറിയ ക്യാരക്ടർ അത് അവിടെ വരുമ്പോഴത്തേക്ക് ഒറ്റ ദിവസം അല്ലെങ്കിൽ ചിലപ്പോ അവിടെ പോയി മേക്കപ്പ് ചെയ്തിരുന്നിട്ട് പിറ്റേ ദിവസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പിറ്റേ ദിവസം അങ്ങനെയൊക്കെയുള്ള അതില് പാടില്ല. ഇല്ല സർ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 10 ടേക്ക് വന്നാലും 12 ടേക്ക് വന്നാലും പറയാ എന്താ ഇത് എന്ന് ചോദിച്ചാലും പാടില്ല. അതാണ് സാർ, ഈ സാറിന്റെ നാവിൽ നിന്ന് തന്നെ വന്നു 12 ടേക്ക്. എന്റെ ഫസ്റ്റ് ഈ സീരിയലില് 12 ടേക്കാണ്. എനിക്ക് 12ാമത്തെ ടേക്കിലാണ് ഞാൻ ഓക്കെ ആവുന്നത്. അത് ശരിക്കും എനിക്കൊരു കാര്യമുണ്ട്, അറിയോ പ്രതീക്ഷയ്ക്ക്? മുഖം നോക്കി കാര്യം പറയും. മാത്രമല്ല മൂക്കത്ത് മറുകുള്ളവരുടെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. അതെയോ? പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും അറിയണം. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള്, അമ്മ, അച്ഛനുണ്ടായിരുന്നു. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് മോള് 6th പഠിക്കുന്നു, കാർമൽ സ്കൂളില്. മോന് 3 വയസ്സ് കഴിഞ്ഞു. ഓ, ഓക്കെ. പ്രജുഷയുടെ ജീവിതത്തിൽ എത്ര വർഷം ആര് എപ്പോ പുറകെ നടന്നു? ഒരുപാട് പേര് പുറകെ നടന്നു. ഞാനും അങ്ങോട്ട് നടന്നു, ഇങ്ങോട്ടും ഒക്കെ നടന്നു. പക്ഷേ പൂട്ട് വീണത് കുമാർ നന്ദയുടെ കൈകളിൽ. കുമാർ നന്ദ, എക്സാക്ട്ലി. അതെ. അദ്ദേഹം പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, അല്ലേ? അതെ, ആണ്. എങ്ങനെയാണ് നിങ്ങൾ സന്ധിപ്പത്? എന്റെ സിനിമയില്, എടൻ പ്രൊഡ്യൂസർ ആയിരുന്ന സിനിമയില് ഞാൻ എന്ന് പറഞ്ഞിട്ട് സിനിമ, അതിലേക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ലളിതാമ്മ അതിനകത്തുണ്ട്. അപ്പോൾ ലളിതാമ്മയും കണ്ടപ്പോൾ ഈ കുട്ടി എനിക്കറിയാം, പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ്, പ്രൊഡ്യൂസർ എല്ലാം കൂടെ ചിത്രാഞ്ജലിയിൽ അവരുടെ എന്തോ സിനിമ ആവശ്യമായിട്ട് വന്നപ്പോൾ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ കാണുക ചെയ്തത്. അപ്പോൾ കണ്ടിട്ട് എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്, എന്നുവെച്ചാൽ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു വീട്ടില് അച്ഛനും അമ്മയും അല്ല, ഞങ്ങളെല്ലാവരും പ്രൊഡ്യൂസർ എല്ലാവരും കൂടെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു കർ പാല് മേടിക്കാൻ, ഇവർക്ക് ചായ കൊടുക്കാൻ പാല് മേടിക്കാൻ പോലും കഷ്ടപ്പെടാം. എന്ന് വെച്ചാൽ ഇവർ വരുമെന്ന് പറഞ്ഞു, പെട്ടെന്ന് എന്താ ചെയ്യേണ്ട എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അറിയാലോ. ഇപ്പോൾ ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു ചായ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് അവിടെ വെക്കുമ്പോൾ അവരുടെ സാഹചര്യങ്ങളൊക്കെ ഒരു നോർമൽ, അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് എൻ്റെ വിധി അങ്ങനെ ഒരാളെ വിവാഹം ചെയ്യണം. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അമ്മയോട് പറയുക ചെയ്ത, ഞാൻ ഒരു കൊച്ചിനെ കണ്ടായിരുന്നു, നല്ല പെൺകുട്ടിയാണ്, കല്യാണം കഴിച്ചാലോ, ഞാൻ ചോദിച്ചു നോക്കിയാലോ എന്ന്. അങ്ങനെ അമ്മ എൻ്റെ അച്ഛനെ വിളിച്ച് ചോദിക്കുക, എങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞൊരു ഉത്തരവെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ആരെ വിവാഹം ചെയ്യാൻ പറയുന്നു എന്ന് വെച്ചാൽ അങ്ങനെയാണ് വളർന്നതും വളർത്തിയതും ഒക്കെ. അന്നത്തെ സിറ്റുവേഷൻ അറിയാലോ സാർ, ഫോണില്ല, ആരോടും പറയണ, ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. ഇനി അത് പെട്ടെന്നൊരു പ്രണയം വന്നതാണോ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആരെ അച്ഛനമ്മ പറയുന്നു അവരെ വിവാഹം ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതിലായിരുന്നു. എവിടെ വെച്ചാണ് കല്യാണം നടന്നത്? ഗുരുവായൂർ. ഗുരുവായൂർ. അപ്പൊ എല്ലാം ശ്രീകൃഷ്ണമയം. അതായത് പ്രജുഷയുടെ ഈ ലൊക്കേഷനിൽ എല്ലാരും കങ്കാരു എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അതെ സാർ, ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് എപ്പോഴും ലൊക്കേഷനിൽ പോകാറുള്ളത്. കാരണം മോള് ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസമായപ്പോൾ ഇതേപോലെ ഷൂട്ട് വന്നു. അപ്പോൾ എൻ്റെ കൂടെ ആയെന്നുണ്ടാവില്ല. അപ്പം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോവും. വീട്ടിലും അങ്ങനെ ആരെയും നോക്കാനൊന്നുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കണമെന്നുള്ളത് കൊണ്ട് ലൊക്കേഷനിൽ കൊണ്ടുപോകും. അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പോലെ അപ്പോൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഒന്നുകിൽ ജോലിക്കാരി, അല്ലെങ്കിൽ വീട്ട് കാവൽ നിൽക്കുന്നത്, അങ്ങനത്തെയൊക്കെയാണ് കിട്ടുന്നത്. വലിയ ആർഭാട ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. ജോലിക്കാരി ആകുമ്പോഴത്തേക്ക് എനിക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ വലിയ പ്രയാസമില്ല. കാരണം അവിടെ പോയി ലൊക്കേഷനിൽ നിന്നിട്ടാണ് കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതും ഒക്കെ. എന്നിട്ട് ഷോർട്ട് ആകുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് നോക്കിക്കൊള്ളേന്ന് പറഞ്ഞിട്ട് പോവും. അപ്പോൾ എപ്പോഴും മോള് കഴിഞ്ഞിട്ട് മോനായപ്പോൾ മോനെയും സെയിം സ്ഥിരമായിട്ട് ഇങ്ങനെ ഒക്കത്ത് കുട്ടികളുണ്ടാവും. അതുകൊണ്ടാണ് ഈ കങ്കാരു എന്നുള്ള പേര് വീണത്. കൊള്ളാം. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തിക്തമായിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ എപ്പോഴും നമ്മളെ വേട്ടയാടും. അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഉറപ്പായിട്ടും ചില കാര്യങ്ങൾ. കാരണം അച്ഛൻ
അച്ഛനുണ്ട്, ഇപ്പം ഇല്ല. അച്ഛനും അമ്മയൊക്കെ ഒരു സമയത്തൊക്കെ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിനകത്ത് അവരെനിക്ക് അച്ഛനെ ഒക്കെ, ഇപ്പം അമ്മയുണ്ട്, എന്നെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടും അവരെ വേണ്ട പോലെ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്നതാക്കണമെന്ന് എൻ്റെ ആഗ്രഹം, ആ ആഗ്രഹം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതൊന്നും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അവർ ചിലപ്പോൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു വരുമാനം കിട്ടുന്ന നല്ലൊരു ജോലി, ഗവൺമെൻറ് ജോലിയോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് നേടിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊക്കെ ഒരു വിഷമം എപ്പോഴും. പിന്നെ അച്ഛനില്ലാത്തത് കൊണ്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പം സത്യം പറഞ്ഞാൽ സാറിൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കാണാൻ ആഗ്രഹിച്ചത് എൻ്റെ അച്ഛനായിരിക്കും. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇപ്പോഴെങ്കിലും എനിക്കത് നേടിക്കൊടുക്കാൻ പറ്റും, കുറച്ചായിട്ടെങ്കിലും അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷമാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആത്മാവ് ഇത് മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു, ഉറപ്പാണ്. കാരണം അത്രത്തോളം പ്രജൂഷയുടെ മനസ്സിൽ ഒരു വിങ്ങലുണ്ട് അച്ഛൻ എന്ന് പറയുമ്പോൾ. അച്ഛനാണ് നമ്മുടെ എല്ലാം, നമ്മളെ കൊണ്ടുപോകുന്നതും നമ്മളെ സംരക്ഷിക്കുന്നതും ജീവിതത്തിൽ ഇന്നതാകണമെന്ന് ആഗ്രഹിക്കുന്നതും. അപ്പോൾ ആ ഒരു അച്ഛൻ ഈ നിമിഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ പ്രജൂഷയും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ദാറ്റ്സ് ഓഫ് കോഴ്സ് എ സാഡസ്റ്റ് പാർട്ട് ഓഫ് എ ലേഡി. ബട്ട് നമുക്കതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോയാലല്ലേ അല്ലേ അത്രേ പറ്റത്തുള്ളൂ. അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ മണികണ്ഠൻ. മണികണ്ഠൻ. ഓ ഓക്കെ. അപ്പം നമ്മുടെ ആ ആത്മാവിനല്ലേ എന്താണ് നിത്യശാന്തി നേരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ആത്മാവ് പ്രജൂഷയ്ക്കും പ്രജൂഷയുടെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ നല്ലത് വരുത്തട്ടെ. അദ്ദേഹത്തിൻ്റെ